ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 മാർച്ച് 24 മുതൽ 30 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം, 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം. ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് 1924 നടന്ന വൈക്കം സത്യാഗ്രഹം. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാവുന്ന ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി. ഉത്തരം അരവിന്ദ് കെജ്രിവാൾ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാവുന്ന ആദ്യ ഇന്ത്യൻ താരം. ഉത്തരം PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറും ഒളിമ്പിക് മെഡൽ ജേതാവുമാണ് മലയാളിയായ PR ശ്രീജേഷ്. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത്. ഉത്തരം പിങ്ക് ലൈൻ. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ച സ്ഥാപനം ഏത്? ഉത്തരം കേരള കലാമണ്ഡലം. മോഹിനിയാട്ടം അടക്കമുള്ള എല്ലാ വിഭാഗം കോഴ്സുകളിലും ലിംഗഭേദമന്യേ എല്ലാവർക്കും കേരള കലാമണ്ഡലത്തിൽ പ്രവേശനം നേടുവാൻ സാധിക്കും. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വരുന്നത്. ഉത്തരം സൗദി അറേബ്യയിലെ റിയാദിൽ. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏത്? 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം. ഉത്തരം ബ്രസീൽ. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനമാരംഭിച്ചത്. ഉത്തരം തുറവൂർ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? ഉത്തരം 346 രൂപ. ആദ്യം 333 രൂപ ആയിരുന്നു. ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ്, 374 രൂപ. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ്, 234 രൂപയാണ്. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ലോക ക്ഷയരോഗ ദിനം. ഉത്തരം മാർച്ച് 24. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം അതെ നമുക്ക് TB അവസാനിപ്പിക്കാം. അതെ നമുക്ക് TB അവസാനിപ്പിക്കാം എന്നതാണ് 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആര്? ഉത്തരം ഡോക്ടർ KS അനിൽ. 2024 മാർച്ചിൽ അമേരിക്കയിൽ ചരക്കു കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലത്തിന്റെ പേര്. ഉത്തരം ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം. ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം. US-ന്റെ ദേശീയ ഗാനം രചിച്ച കവിയായ ഫ്രാൻസിസ് സ്കോട്ട് കീയുടെ സ്മരണാർത്ഥമാണ് പാലത്തിന് ഈ പേരിട്ടിരിക്കുന്നത്. 2024 മാർച്ചിൽ പുറത്തുവിട്ട ഇൻഷുറൻസ് ബ്രാൻഡ് സ്ട്രെങ്ത് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ്. ഉത്തരം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC. 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഉത്തരം പവൻ ധവുലുരി. ചന്ദ്രനിൽ ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര്. ഉത്തരം ശിവശക്തി പോയിന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലാൻഡിംഗ് സ്ഥാനത്തിന് ശിവശക്തി പോയിന്റ് എന്ന പേര് നൽകിയത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ.
ഉത്തരം യൂറോപ്പ ക്ലിപ്പർ. അയർലൻഡിൻ്റെ പ്രധാനമന്ത്രിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം സൈമൺ ഹാരിസ്. ടിയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ KP സുധീര എഴുതിയ പുസ്തകത്തിൻ്റെ പേര്? ഉത്തരം ടി ഏകാകിതയുടെ വിസ്മയം. ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്ന്? 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത്? ഉത്തരം 2024 മാർച്ച് 25. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരാത്തതിനാൽ പെനുബ്രൽ ചന്ദ്രഗ്രഹണം എന്നാണ് 2024 മാർച്ച് 25 നടന്ന ചന്ദ്രഗ്രഹണം അറിയപ്പെടുന്നത്. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി? ഉത്തരം വിനയ് കുമാർ. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ഉത്തരം പൊൻവാക്ക്. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ? 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം മിഷേൽ ടെലഗ്രാൻഡ്. 2024 മാർച്ചിൽ അന്തരിച്ച TN പ്രകാശ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം സാഹിത്യം. വളർപട്ടണം പാലം, ദശാവതാരം, ഇന്ത്യയുടെ ഭൂപടം, തണൽ, വിധവകളുടെ വീട്, നട്ടാൽ മുളയ്ക്കുന്ന നുണകൾ, തൊട്ടാൽ പൊള്ളുന്ന സത്യങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ല നടപ്പിലാക്കിയ പദ്ധതി? ഉത്തരം ബന്ധു പദ്ധതി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം മണിപ്പൂർ സ്വദേശിയായ വിജയ് ജേത്രി. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്? പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലയാളം മധുരം. ഉത്തരം മലയാളം മധുരം പദ്ധതി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആര്? ഉത്തരം VP ജഗതിരാജ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ഡൂക്ക് ഗ്യാൽപോ എന്ന ബഹുമതിക്ക് അർഹനായ വ്യക്തി? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 മാർച്ചിൽ വിരമിക്കുന്ന കേരള ലോകായുക്ത ആര്? ഉത്തരം ജസ്റ്റിസ് സിറിയക് ജോസഫ്. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹ്യ പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം സീതാലയം. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാവുന്ന രാജ്യം ഏത്? 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാവുന്ന രാജ്യം? ഉത്തരം ശ്രീലങ്ക. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം? ഉത്തരം സുനിൽ ഛേത്രി. ലോക നാടക ദിനം എന്നാണ്? ലോക നാടക ദിനം. ഉത്തരം മാർച്ച് 27. 2024 ലോക നാടക ദിന പ്രമേയം എന്താണ്? ഉത്തരം നാടകവും സമാധാനത്തിൻ്റെ സംസ്കാരവും. നാടകവും സമാധാനത്തിൻ്റെ സംസ്കാരവും എന്നതാണ് 2024 ലോക നാടക ദിന പ്രമേയം. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല? അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. ഉത്തരം കണ്ണൂർ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യ വ്യക്തി?
ഉത്തരം ക്രിസ് ബ്രൗൺ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് ആര്? മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് ഉത്തരം ടി.എം. കൃഷ്ണ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന കായിക താരം? ഉത്തരം അജന്ത ശരത് കമൽ. ടേബിൾ ടെന്നീസ് താരമാണ് അജന്ത ശരത് കമൽ. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ? ഉത്തരം സാക്ഷ്യം. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ? ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുവാനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ സങ്കൽപ്പ്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചിരിക്കുന്നത്? 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? ഉത്തരം 50ാമത് വാർഷികം. 1973 ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചത്. 50ാമത് G7 ഉച്ചകോടിക്ക് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 50ാമത് G7 ഉച്ചകോടിക്ക് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം ഇറ്റലി. 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചാണ്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏതു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏതു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? ഉത്തരം പ്രൊഫസർ ജയന്ത്. റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ്? റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ്? ഉത്തരം റെയിൽ മൈത്രി. ബാലചൂഷണം തടയുവാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? ബാലചൂഷണം തടയുവാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം പദ്ധതി. ഉത്തരം ശരണബാല്യം പദ്ധതി. ശോണിമ, സ്വർണ എന്നിവ ഏതു കാർഷിക വിളകളുടെ സങ്കര ഇനമാണ്? ശോണിമ, സ്വർണ എന്നിവ ഏതു കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം തണ്ണിമത്തൻ. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റിന് നൽകിയ പേര്? ഉത്തരം മേഘൻ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം ബ്ലസി. 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ? 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ? ഉത്തരം ഒഡീഷ FC. 2024 മാർച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ആര്? ഉത്തരം സദാനന്ദ് വസന്ത് ദാത്തെ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയെന്ന ബഹുമതിക്ക് അർഹയായ ലക്ഷ്മി N മേനോന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ഉത്തരം 125ാമത്തെ ജന്മവാർഷികം. 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏതു ജില്ലയിലാണ്? അടുത്തിടെ 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏതു ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല? ഉത്തരം എറണാകുളം. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി? ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക്
പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി? ഉത്തരം കെ4കെയർ പദ്ധതി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അടുത്തിടെ ചുമതലയേറ്റത് ആര്? ഉത്തരം പ്രൊഫസർ കെ ഗീതാകുമാരി. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ? ഉത്തരം MTB-വാക്ക്. ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധ രോഗം? അടുത്തിടെ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധ രോഗത്തിന്റെ പേര്? ഉത്തരം സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം.